കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21 22 വാക്യങ്ങൾ. യോഹന്നാൻ 17-ന്റെ 21 22. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ശിഷ്യർക്കുള്ള വ്യത്യസ്തമായ മഹത്വം ഈ വേദഭാഗത്ത് പ്രകടമാക്കുന്ന കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഭാവിയിൽ രൂപപ്പെട്ടു വരുവാനുള്ള തൻ്റെ സഭയ്ക്കു വേണ്ടിയും കൂട്ടായ്മകൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. വരും നൂറ്റാണ്ടുകളിലേക്കും യേശുവിൻ്റെ ദൃഷ്ടി കടന്നു ചെല്ലുന്നു. ഭാവിയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രത്യാശയും നിശ്ചയവും ഈ പ്രാർത്ഥനയിലൂടെ പ്രകാശിതമായി തീരുന്നു. അനുയായികളുടെ സംഖ്യ വളരെ പരിമിതമായിരിക്കുകയും ക്രൂശ് തൻ്റെ മുൻപിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആത്മവിശ്വാസത്തിനൊട്ടും കുലുക്കമുണ്ടായിരുന്നില്ല. തൻ്റെ അനുയായികളോട് യേശുവിനുണ്ടായിരുന്ന ആത്മവിശ്വാസം ഈ പ്രാർത്ഥനയിൽ പ്രകടമാകുന്നു. തൻ്റെ കഷ്ടതകളുടെ കഠിന നിമിഷങ്ങളിൽ തൻ്റെ അനുയായികൾ തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് യേശു തമ്പുരാൻ അറിഞ്ഞിരുന്നു. എന്നാൽ അവരെ തന്നെയാണ് ലോകമെമ്പാടും തൻ്റെ സുവിശേഷം അറിയിക്കാൻ കർത്താവ് ചുമതലപ്പെടുത്തുന്നത്. അവരുടെ സുവിശേഷ പങ്കുവയ്ക്കലിലൂടെ ഉളവായി വരുന്ന ഭാവി സഭയ്ക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ച പ്രധാന കാര്യങ്ങൾ ഈ വേദഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ, ഒന്നാമത് നമ്മൾ വായിച്ച 21-22 വാക്യങ്ങളിൽ സഭ ഏകമായിരിക്കുന്നതിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ മാതൃകയിലാണ് ഐക്യത രൂപപ്പെടേണ്ടത്. ത്രിത്വത്തിലെ വ്യക്തികൾ, അതായത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാവം പിതാവിൻ്റെ സ്നേഹവും പുത്രന്റെ അനുസരണയോടെയുള്ള വിധേയത്വമായിരുന്നു. വ്യത്യസ്തമായ സംസ്കാരങ്ങളിലേക്ക് സുവിശേഷം കടന്നു എന്ന് രൂപപ്പെടുന്ന പ്രാദേശിക സഭകൾ വ്യത്യസ്ത ആരാധനാ രീതികളും സാംസ്കാരിക പിന്തുടർച്ചകളുമുള്ളവരായിരിക്കും. ഒട്ടേറെ വ്യത്യസ്തതകൾ ഉള്ളവരാകാം ഒരു ആരാധനാ സമൂഹത്തിൻ്റെ അംഗങ്ങൾ. സ്നേഹത്തിൻ്റെ ഭാഷ ഇതിനെല്ലാം അതീതമാണ്. ദൈവസ്നേഹം ഈ വ്യത്യസ്തതകളെ അതിജീവിക്കുന്നതിനാൽ ക്രിസ്തു സഭ ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കും. സുവിശേഷം യാഥാർത്ഥ്യമാണെന്ന് സഭാമക്കളുടെ ഐക്യത്തിലൂടെ ലോകത്തിന് വ്യക്തമാകുകയും ചെയ്യും. ഈ സാക്ഷ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുന്നത്. 2, പിതാവ് തൻ്റെ പുത്രന് നൽകിയ അതേ മഹത്വത്തിൽ തൻ്റെ സഭയും ഇരിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ ദൈവശാസ്ത്രം അനുസരിച്ച് യേശുവിൻ്റെ മഹത്വം തൻ്റെ കുരിശിലാണ്. അതുകൊണ്ട് ഒരു ക്രിസ്തു അനുയായിയുടെ മഹത്വം താൻ വഹിക്കാനുള്ള കുരിശ് തന്നെയാണ്. യേശുക്രിസ്തു ക്രൂശ് വഹിക്കണമെന്നത് പിതാവാം ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ആ ദൈവഹിതത്തിന് യേശു കീഴ്പ്പെട്ടിരുന്നതും പൂർണ്ണമായ അനുസരണം കാണിച്ചതുമാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് കാരണം. അപ്പോൾ ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതിലൂടെയാണ് ക്രിസ്തു സഭ അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസികൾ മഹത്വീകരിക്കപ്പെടുന്നത്. ക്രൂശ് വഹിക്കുന്നതിലൂടെ സ്വർഗീയ മഹത്വത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. ലോകം യേശു ശിഷ്യരുടെ സഭയിലൂടെ ദൈവമഹത്വം കാണും. ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുകയും ചെയ്യുമെന്ന് തിമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നു. 3, ക്രിസ്തു സഭയുടെ സാക്ഷ്യത്തിലൂടെ ലോകം ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കപ്പെടണമെന്നും കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയും ഓരോ വിശ്വാസ സാക്ഷ്യമാണ്.
സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന മഹത്വം വർദ്ധിതമാക്കാനും സഭയുടെ പ്രതികരണത്തിലൂടെയും മനോഭാവത്തിലൂടെയും ഇടയാകും. അപ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യരുടെ സ്നേഹം കൊണ്ടും സത്യസന്ധമായ ബന്ധങ്ങൾ കൊണ്ടും സുവിശേഷം കൂടുതൽ ആധികാരികമാകുകയും ലോകം ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിതമാകുകയും ചെയ്യും. ദൈവിക സത്യം കൂടുതൽ വെളിവായി വരുന്നതും ഇതിലൂടെ തന്നെയാണ്. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. പരമമായ സ്നേഹത്തിൻ്റെ ഭാഷ സാംസ്കാരിക അതിർവരമ്പുകളെ അതിജീവിക്കുന്നത് കൊണ്ട് അത് സാർവലൗകികമാണ്. വ്യത്യാസങ്ങൾക്കപ്പുറം ഐക്യത പ്രകടമാക്കാൻ നമ്മിൽ ദൈവസ്നേഹത്തിൻ്റെ സ്വാധീനം അനിവാര്യമാണ്. ബലഹീനതകൾ ഉണ്ടായിരുന്ന ശിഷ്യരെ ക്ഷമിച്ച് സ്വീകരിച്ച് ദൈവിക സുവിശേഷത്തിൻ്റെ പങ്കുകാരാക്കിയ കർത്താവ് നമ്മെയും അത്തരം പങ്കാളികളാക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. ദൈവഹിതത്തിൻ്റെ ക്രൂശ് വഹിക്കുന്നതിലുള്ള അനുസരണയും വിധേയത്വവും മഹത്വീകരണത്തിൻ്റെ അടിത്തറയെന്ന് കാണുന്നതിലെ വിപ്ലവകരമായ ഒരു മൂല്യമായിട്ടുള്ള വ്യതിയാനം നമ്മിൽ സംഭവിക്കണം. ലോകം നൽകുന്ന മഹത്വ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മഹത്വം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതിനെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ക്രൂശ് വഹിക്കുന്നതിലൂടെ മഹത്വീകരിക്കപ്പെടുന്ന ക്രിസ്തീയ ഭാവം ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. താഴ്മയും വിനയവും വിട്ടുകൊടുക്കലും സ്നേഹവും ഐക്യവും ബന്ധങ്ങളുടെ ദൃഢതയും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അവിടുന്ന് ഇടയാക്കണമേ. അങ്ങനെ സാക്ഷ്യമുള്ളവരായി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നവരായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകലിൻ്റെ നന്മ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. കർത്താവെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരുതലിലും കരുണയും സൂക്ഷിച്ച് പുതിയ വർഷം അനുഗ്രഹീതമാക്കണമേ. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും സ്നേഹവും നാം ഏവരോടും കൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.